Hi dear friends, welcome back to a new lesson. My name is Binu and you are watching me on BMC English. Friends, we have been learning the past tense and today in this video I am going to teach you the past perfect continuous tense. Okay? അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം വിശകലനം ചെയ്ത് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്ക് ആദ്യം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നൊന്ന് മനസ്സിലാക്കാം. പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. The past perfect continuous tense is used to express an action that had been going on before another past action എന്നാണ്. അതായത് ഭൂതകാലത്ത് ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നാം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടെ പറയാം. ഭൂതകാലത്ത് ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നാം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ വേർബ് ഫോം ഒന്ന് മനസ്സിലാക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ING ഫോമാണ് അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും പോസിറ്റീവ് സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ധാരാളം എക്സാമ്പിൾസിലൂടെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഷാൽ വി ബിഗിൻ? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രക്ചർ, വേർബ് ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഹാഡ് ബീൻ പ്ലസ് ING ഉപയോഗിച്ചാൽ മതി. ഓക്കെ, റിപ്പീറ്റ് ആഫ്റ്റർ മീ. I had been, you had been, they had been, we had been, he had been, she had been, it had been. Then ഏതെങ്കിലും പേരൊക്കെ ആണെങ്കിൽ അതും രവി ഹാഡ് ബീൻ അല്ലേ, മഞ്ജു ഹാഡ് ബീൻ എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം സബ്ജക്റ്റുകൾക്കനുസരിച്ച് യാതൊരു വ്യത്യാസവും അതിൻ്റെ ഫോമിൽ ഉണ്ടാവുന്നില്ല. നമ്മൾ ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വേർബ് ഉപയോഗിക്കാവുന്നതാണ്. ഇതും കൂടെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സാമ്പിൾസ് പരിചയപ്പെടാം. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സംസാര ഭാഷയിൽ അധികമൊന്നും ഉപയോഗിക്കാറില്ല. എന്നിരുന്നാലും നമ്മളത് പഠിച്ചിരിക്കണം അല്ലേ. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രയോഗങ്ങളുടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ലെറ്റ് മീ റൈറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഐ ഹാഡ് ബീൻ ലിസണിങ് ടു ദ മ്യൂസിക് ബിഫോർ father came home. Look at this example. I had been listening to the music before father came home എന്നാണ്. അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ സംഗീതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഒരു പ്രവൃത്തിക്ക് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇവിടെ എന്താണ്? ഐ ഹാഡ് ബീൻ ലിസണിങ് ടു ദ മ്യൂസിക്. ഞാൻ പാട്ട് കേട്ടുകൊണ്ട് അല്ലെ സംഗീതം കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അച്ഛൻ വരുന്നതിന് മുമ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധ്വനി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ, സബ്ജക്റ്റ് ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഹാഡ് ബീൻ ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING. മനസ്സിലാവുന്നുണ്ടല്ലോ? ING ഫോം ഓഫ് ദി വേർബ് അല്ലേ. ഹാഡ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ എന്ന് പറയുന്ന ഓക്സിലറി ഫോമാണ് നമ്മളിവിടെ സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ, we had been playing
cricket before it started to rain. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് മഴ പെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വി ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ്ജക്റ്റ് ആദ്യം വന്നു, അതിനുശേഷം ഹാഡ് ബീന് പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഷീ ഹാഡ് ബീൻ ടീച്ചിങ് English before she moved to Delhi. Look at this sentence. അവള് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ, ഭൂതകാലത്ത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ നോക്കൂ, ഷീ സബ്ജക്റ്റ് വന്നു, പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹാഡ് ബീൻ ആണ്, അതിനുശേഷം വന്നിരിക്കുന്നത് എന്താണ്? ING ഫോം ഓഫ് ദി വേർബ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് നമുക്ക് പരിചയപ്പെട്ടേക്കാം. ലെറ്റ് മീ റൈറ്റ്. Then the next one, we had been watching TV before you came. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ TV കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ? We had been സബ്ജക്റ്റ്, then നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് had been, അതിനുശേഷം ING. മനസ്സിലാകുന്നുണ്ടല്ലോ? The next one, Ravi had been reading a novel before his mother came home. അമ്മ വീട്ടിൽ വരുന്നതിന് മുമ്പ് രവി ഒരു നോവൽ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്രിയ ഹാഡ് ബീൻ സ്വീപ്പിംഗ് ദ ഫ്ലോർ ബിഫോർ her friends arrived. നോക്കൂ, എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയ നിലം തൂത്തുവാരുകയായിരുന്നു അല്ലേ? തൂത്തുവാരിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പാണ്? അവളുടെ ഫ്രണ്ട്സ് എത്തിച്ചേരുന്നതിന് മുമ്പ്. ഇങ്ങനെ ഓരോ സെൻറ്റൻസും പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊരു നോട്ട്ബുക്കിൽ എഴുതി പ്രാക്ടീസും ചെയ്യുക. ഓക്കെ, 1-2 എക്സാമ്പിൾ കൂടെ തരാം, അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ദ നെക്സ്റ്റ് വൺ. We had been exercising. We had been exercising before the doctor arrived. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഡോക്ടർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓക്കെ, സബ്ജക്റ്റ്, then had been plus ING. Then the last example, I had been
doing homework before my father came home. എൻ്റെ അച്ഛൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. If you like this video, please do not forget to like, share and subscribe. I will be back soon with another lesson. Till then, bye.